Method overloading in Java. It is possible to create methods that have the same name but different parameter list and different definitions. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാരാമീറ്റർ ലിസ്റ്റ് ആണ് വേരിയേഷൻ വരുന്നത്, അതിൻ്റെ അകത്തുള്ള ഡെഫിനേഷൻസും പേര് മാറുന്നില്ല. എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു ക്ലാസിൻ്റെ അകത്ത് ഞാൻ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആഡ് ഫംഗ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇങ്ങനെ 3 ആഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. കാര്യം പേരെന്താണ്, സെയിം തന്നെയാണ്, ആഡ് ആഡ് ആഡ്. ഇനി ഇതിൻ്റെ അകത്ത് വരേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള പാരാമീറ്റർ ലിസ്റ്റ് പ്ലസ് അതിൻ്റെ അകത്തുള്ള ഡെഫിനേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ അതിൻ്റെ റിട്ടേൺ ടൈപ്പും ചേഞ്ച് ചെയ്യാം. ഇപ്പം എന്ത് മാത്രം ചേഞ്ച് ആവുന്നില്ല, ആ മെത്തേഡിൻ്റെ അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ്റെ പേര് മാത്രം മാറുന്നില്ല. അതാണ് ഇവിടെ ആഡ്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം വരുന്നുണ്ട്, ഫസ്റ്റ് കേസിലാണെങ്കിൽ എയും ബിയും ഉണ്ട്, ബോത്ത് ആർ ഇൻഡിജേഴ്സ്, ഇൻഡിജർ ഡേറ്റ ടൈപ്പ്. അകത്തുള്ള ഫംഗ്ഷൻ എന്ത് വേണമെങ്കിൽ വരാം, ഡെഫിനേഷൻ എന്ത് വേണമെങ്കിൽ വരാം. അത് നമ്മൾ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് എഴുതുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ അതും ആഡ് തന്നെയാണ്. എന്താണ് വ്യത്യാസം, അതും ആഡ് തന്നെയാണ്. എന്താ വ്യത്യാസം, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. മീൻസ് ദർ ആർ 3 വേരിയബിൾ ആൻഡ് ഓൾ ദ 3 ആർ ഇൻഡിജേഴ്സ്. അപ്പം ലിസ്റ്റ് മാറി. പിന്നെ വരുമ്പോൾ എന്താണ്, അടുത്ത ആഡ് എന്ന് പറയുമ്പോൾ ഡബിൾ എ കോമ ഇൻഡ് ബി വന്നിട്ടുണ്ട്. മീൻസ് 2 പാരാമീറ്റേഴ്സ് ആർ യൂസ്ഡ്. ദ ഫസ്റ്റ് വൺ ഈസ് എ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, മീൻസ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡബിൾ സൈസ് ആണ്. പിന്നെ ബി എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്. സോ ഇതിന് എന്ത് മനസ്സിലാക്കാം, ദ നെയിം ഓഫ് ദ മെമ്പർ ഫംഗ്ഷൻ ഈസ് ദ സെയിം വിത്തിൻ ദ ക്ലാസ്, ഓൺലി ഡിഫറൻസ് ഇസ് ദ പാരാമീറ്റർ ലിസ്റ്റ്. വേണമെങ്കിൽ എന്ത് മാറാം, റിട്ടേൺ ടൈപ്പ് മാറാം. ബട്ട് മിനിമം എന്ത് മാറിയിരിക്കണം, പാരാമീറ്റർ ലിസ്റ്റ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാരാമീറ്റർ ആൻഡ് ഇറ്റ്സ് ഡേറ്റ ടൈപ്പ് ക്യാൻ ഹാവ് ടു ബി ചേഞ്ച്ഡ്. അപ്പോൾ മാത്രമേ എന്ത് പറയുള്ളൂ, നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം, ഒരു ക്ലാസ് ഫംഗ്ഷൻ ക്ലാസിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തി, ക്ലാസ് ഓപ്പറേഷൻ. ആ ക്ലാസിൻ്റെ അകത്ത് ഓപ്പറേഷൻ്റെ അകത്താണ് എന്ത് വരുന്നത്, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. അപ്പം മെയിൻ ഫംഗ്ഷൻ്റെ കൂടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, അതിൻ്റെ അകത്ത് എന്ത് എഴുതി, നിങ്ങൾ സ്ട്രിങ് കൊടുത്തു. അപ്പം ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് എല്ലാം എവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, സമ്മിൻ്റെ അകത്താണ്. സം എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്താണ്. അപ്പോൾ ക്ലാസ് എന്താണ്, ഇറ്റ്സ് എ ബ്ലൂ പ്രിന്റ് മാത്രമാണ്. അപ്പം ബ്ലൂ പ്രിന്റ് ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്തുണ്ടാക്കണം, അതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും, ഒരു ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യും, ഫോളോഡ് ബൈ ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. ഡീഫാൾട്ട് കൺസ്ട്രക്ടറോ എനി കൺസ്ട്രക്ടർ, ബൈ ഡീഫാൾട്ട് നമുക്ക് ഡീഫാൾട്ട് കൺസ്ട്രക്ടർ കൊടുത്താൽ മതി. സോ എന്ത് എഴുതും, ആദ്യം സം എന്ന് പറയുന്നത് ക്ലാസ് നെയിമിന്റെ ഒബ്ജക്റ്റ് പറയുന്നത് OBJ, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുത്ത പോലെ ഇൻഡ് എ എന്ന് കൊടുത്ത പോലെ സെയിം സംഭവം തന്നെ. ഇൻഡ് എന്ന് പറയുന്നത് ഇൻഡിജർ ഡേറ്റ ടൈപ്പ്. ഇവിടെ എന്താണ്, ഇത് യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പാണ് ക്ലാസ്. അപ്പം എന്ത് കൊടുക്കാം, അതിന്റെ കറസ്പോണ്ടിങ് സം കൊടുക്കാം. എന്നിട്ട് എ എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ എന്ത് ഇവിടെ കൊടുത്തു, OBJ എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ ആൻഡ് ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവും, അലോക്കേഷൻ നടക്കും. ഇനി ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് ഇനിയുള്ള system.out.println എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത് ജാവയുടെ മെയിൻ പാക്കേജിൻ്റെ അകത്ത് അതിൻ്റെ സബ് പാക്കേജ് ആണ് ഔട്ട്, അതിൻ്റെ ക്ലാസ് ആണ് println. ഓക്കെ, അപ്പം അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. CPP പ്രോഗ്രാമിലാണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഇക്വലന്റ് ടു സി ഔട്ടിന്റെ ഇക്വലന്റ് ആയിട്ട് വരും ഓൾമോസ്റ്റ്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം CPP പ്രോഗ്രാം കൺസിഡർ ചെയ്യേണ്ട, എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി തരും. LN മീൻസ് ന്യൂ ലൈനിന് വേണ്ടി പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം പുതിയ ലൈനിലേക്കും പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡബിൾ കോട്ട്സ് വരുന്നത് സ്ട്രിങ്സ് ആണ്. ഡബിൾ കോട്ട്സ് വരുന്ന സാധനങ്ങളെല്ലാം സ്ട്രിങ്സ് ആണ്. സോ വാട്ട് എവർ ദാറ്റ് കംസ് വിത്തിൻ ദ ഡബിൾ കോട്ട്സ് വിൽ ബി ഡയറക്ട്ലി പ്രിന്റഡ് ഓൺ ടു ദ സ്ക്രീൻ, അല്ലെങ്കിൽ കമാൻഡ് ബോക്സ്. പ്ലസ് കൊടുത്താൽ ബാക്കി എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അത് എന്ത് ആഡ് ചെയ്തു, ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് 1, 2, 3. ഇപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്, ഇറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് സം. അപ്പോൾ സമ്മിന്റെ ഫംഗ്ഷൻ ആണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മിന്റെ ഏത് ഫംഗ്ഷൻ വിളിക്കണം, ആഡ് ഫംഗ്ഷൻ വിളിക്കണം. ബട്ട് ഇവിടെ നമുക്ക് എത്ര ആഡ് ഫംഗ്ഷൻ ഉണ്ട്, 3 ആഡ് ഫംഗ്ഷൻസ് ഉണ്ട്. എങ്ങനെ തിരിച്ചറിയും, അങ്ങനെ എന്ത് തിരിച്ചറിയാൻ പറ്റുള്ളൂ,
ബൈ ദ പാരാമീറ്റർ ലിസ്റ്റ്. അതുകൊണ്ടാണ് പാരാമീറ്റർ ലിസ്റ്റ് മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പാരാമീറ്റർ നോക്കിയേ, ആഡ് 1, 2, 3. അതായത് 3 പാരാമീറ്റർ വേണ്ടി വരും. 3ഉം ഇൻഡിജർ ആയിരിക്കണം. ഇപ്പൊ ഏത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, രണ്ടാമത്തെ സാധനം മാത്രമേ വർക്ക് ആവുള്ളൂ. രണ്ടാമത്തെ സാധനത്തിൽ വർക്ക് ആകുമ്പോൾ എന്തായിരിക്കും, 1 will be given to A, B will be given to 2 will be given to B and C will be given 3. ഓട്ടോമാറ്റിക്കലി അകത്തുള്ള ഡെഫിനിഷൻ എന്ത് ചെയ്യും, A plus B plus C, that is 1 plus 2 plus 3 will be returned when this function is called. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് റിട്ടേൺ ചെയ്യും, ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ 1 plus 2 plus 3 എന്താണ്, 6 ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രിംഗ് ആയിട്ട് ആദ്യം സം 1 ഈക്വൽ ടു പ്രിന്റ് ആവും. കാര്യം ദാറ്റ് ഈസ് ഇൻ ദ ഡബിൾ കോട്ട്സ്. ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഗീവ് എ പ്ലസ് സൈൻ സോ ദാറ്റ് ഐ ക്യാൻ ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റോ ഒരെങ്കിൽ ഏതെങ്കിലും എലമെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലസ് കൊടുത്ത് ചെയ്യാം. അപ്പൊ ആ എലിമെന്റ് ഔട്ട്പുട്ട് എന്താണ്, 6 വന്നു. സോ ദിസ് വിൽ ബി റിപ്ലേസ്ഡ് ബൈ 6. കാര്യം എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, റിട്ടേണിംഗ് ദ വാല്യൂ A plus B plus C. അതേപോലെ രണ്ടാമത് നോക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ. അപ്പോൾ സ്ട്രിംഗ് ആണ് ആദ്യം പ്രിന്റ് ആവുന്നത്, ഫോളോഡ് ബൈ പ്ലസ്. പ്ലസിന്റെ അകത്ത് മീൻസ് അത് കൂടാതെ എന്തും കൂടി പ്രിന്റ് ആവും, ഒബ്ജക്ട് ഡോട്ട് ആഡ് 10, 20. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഒരു ആഡ് ഫംഗ്ഷൻ വിളിക്കുകയാണ്. ഇതിന്റെ അകത്ത് എന്തുണ്ട്, 10 ഉണ്ട് 20 ഉണ്ട് പാരാമീറ്റേഴ്സ്. അപ്പൊ 10ഉം 20 മീൻസ് ദർ ആർ 2 പാരാമീറ്റേഴ്സ് ആൻഡ് ബോത്ത് ആർ ഇൻഡിജർ. അപ്പൊ ഏത് ഫംഗ്ഷനെ വിളിക്കും, ഫസ്റ്റ് ആഡ് ഫംഗ്ഷനെ വിളിക്കും. അപ്പൊ ഇതാണ് വിളിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, റിട്ടേൺ A plus B. അപ്പൊ A plus B റിട്ടേൺ ചെയ്യും. അപ്പൊ ആദ്യം എന്ത് ചെയ്യുമ്പോൾ 10 plus 20 ഇറ്റ് വിൽ ബി 30. അപ്പൊ 30 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ആദ്യം ഡബിൾ കോട്ട്സിൽ കിടക്കുന്ന സാധനം പ്രിന്റ് ചെയ്യും. അതിന്റെ കൂടെ എന്തും കൂടെ പ്രിന്റ് ആവും, അതിന്റെ ആൻസറും കൂടെ പ്രിന്റ് ആവും. ദാറ്റ് ഈസ് 30. അപ്പൊ റിട്ടേൺ ചെയ്ത 30 അതായിരിക്കും പ്രിന്റ് ആവാൻ പോകുന്നത്. അതേപോലെ അടുത്ത നോക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ. അപ്പൊ അതിന്റെ അകത്ത് എന്ത് വന്നിരിക്കുന്നു, ഡബിൾ കോട്ട്സിന്റെ അകത്ത് സം 3 ഈക്വൽ ടു വിച്ച് ഇസ് എ സ്ട്രിംഗ്. അപ്പൊ സ്ട്രിംഗ് ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ആവും. അതിന്റെ കൂടെ ഒരു സാധനം കൂടെ എനിക്ക് ഔട്ട്പുട്ട് കാണിക്കണം. അപ്പൊ അത് ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിന്റെ അകത്ത് 9.5, 7. എഗെയിൻ 9.5 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്, അല്ലെങ്കിൽ ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആ നമ്പർ എന്ന് പറയുന്നത് അതേ ടൈപ്പ് ആയിരിക്കണം. ഈ ഇൻപുട്ട് കൊടുക്കുന്നത് അതേ ഫംഗ്ഷനിലുള്ള സാധനം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇതെന്താണ്, ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഡബിളും അല്ലെങ്കിൽ ഫ്ലോട്ട്, രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻഡിജർ. ഇപ്പൊ 2 പാരാമീറ്റർ ഉള്ള ആദ്യത്തെ ഡബിൾ, രണ്ടാമത്തെ ഇൻഡിജർ. അത് ഏത് ആഡ് ഫംഗ്ഷൻ ആണ്, അത് മൂന്നാമത്തെ ആഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതായിരിക്കും കോൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, A എന്ന് പറയുന്നത് ഇവിടെ 9.5ഉം B എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് 7 വരും. അപ്പൊ എന്ത് റിട്ടേൺ ചെയ്യും, 9.5 plus 7 will be returned. അപ്പൊ 9.5 plus 7 എത്രയാണ്, അതാണ് 16.5. അപ്പൊ ആദ്യം സ്ട്രിംഗ് പ്രിന്റ് ആവും, ഫോളോഡ് ബൈ ദാറ്റ് ആഡ് ഫംഗ്ഷന്റെ ഔട്ട്പുട്ടും കൂടെ വരും. അപ്പൊ ദിസ് ഈസ് ഹൗ മെത്തേഡ് ഓവർലോഡിംഗ് ഹാപ്പൻസ് ഇൻ ജാവ. ദിസ് ഈസ് വെരി മച്ച് സിമിലർ ടു ഇൻ CPP as well.